നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ്. ഇന്നലെ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിയേറ്ററുകളുടെ എണ്ണം കുറച്ചു എന്നുള്ളൊരു വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഷോസിന്റെ എണ്ണമാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി, തീർച്ചയായിട്ടും ഞായറാഴ്ച ആ കളക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററുകളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ തിയേറ്ററുകളുടെ എണ്ണമല്ല കൂടുന്നത്, ഷോസിന്റെ എണ്ണം കൂടും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലത്തെ കണക്കുകൾ ലഭ്യമായിട്ടുണ്ട്. ഇന്നലത്തെ കണക്കുകൾ നോക്കുന്ന സമയത്ത് കൊച്ചി ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളിലും റിലീസിനേക്കാൾ കൂടുതൽ തിയേറ്ററുകളിലാണ് ചിത്രം ഇന്നലെ പ്രദർശിപ്പിച്ചത്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഞായറാഴ്ചയാകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കൗണ്ട് അതിനകത്തുണ്ടാകും. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറെ തെറികളും കാര്യങ്ങളൊക്കെ കാണുകയുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും വലിയ കാര്യമായിട്ട് ആളുകൾ അതിനകത്ത് നെഗറ്റീവ് കമന്റ് അടിക്കുന്നത് കണ്ടു. അതായത് ഇന്ന് വന്നിട്ട് ഞാൻ മാറ്റി പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാറ്റി പറയുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വേറൊരു അത്ഭുതം വിചാരിക്കാനില്ല. കാരണം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അപ്പൊ ശനിയാഴ്ച തിയേറ്ററുകളുടെ എണ്ണം കുറച്ചു, ഞായറാഴ്ച കൂടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നാളെ അത് കൂട്ടിയിട്ടുള്ള കണക്കുകൾ ഞാൻ പറയുമെന്ന് പറഞ്ഞത് മാത്രവുമല്ല, ഇപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നു, നാളെ കൂടി ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ടാവും. കാരണം തീർച്ചയായിട്ടും തിങ്കളാഴ്ച വരുന്ന സമയത്ത് ഇപ്പോൾ കാണുന്ന തിയേറ്ററുകളുടെ പകുതിയിലേക്ക് ഈ ഷോസിന്റെ എണ്ണം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും വലിയൊരു ഡ്രോപ്പ് ആയിരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടാവുക. അപ്പൊ അതിനെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കലിപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്ന് കരഞ്ഞു തീർക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നത് കരഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ കാണാറുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ വീഡിയോയും ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് കൊച്ചിയിൽ പടം റിലീസ് ചെയ്തത് 112 തിയേറ്ററുകളിലാണ്. എന്നാൽ ശനിയാഴ്ച 112 ഷോ ആയിട്ടാണ്. എന്നാൽ ശനിയാഴ്ച ചിത്രത്തിന് വെറും 82 ഷോസ് മാത്രമാണ് കിട്ടിയത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ ഞായറാഴ്ചയ്ക്ക് വരുന്ന സമയത്ത് 121 ഷോ ആയിട്ട് ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് 112 നിന്ന് 82 വീഴുകയും ഞായറാഴ്ചത്തേക്ക് വന്നപ്പോൾ 121 കൂടുകയും ചെയ്തു. റിലീസ് ചെയ്തതിനേക്കാൾ 9 ഷോസ് കൂടുതലായിരുന്നു ഞായറാഴ്ചത്തേത്. തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് 76 ഷോസാണ് റിലീസ് ചെയ്തത്. 75 ഷോസായിട്ട് അത് ഇടിഞ്ഞിരുന്നു. അവിടെ നിന്ന് 89 ഷോസായിട്ട് ഞായറാഴ്ച കൂടിയിട്ടുണ്ട്. അതായത് 13 ഷോസിന്റെ ഉയർച്ചയാണ് തിരുവനന്തപുരത്ത് മാത്രം ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ വെറും 9 ഷോയാണ് കൂടിയത് എന്നുണ്ടെങ്കിൽ 13 ഷോയാണ് തിരുവനന്തപുരത്ത് മാത്രമായിട്ട് കൂടിയിരിക്കുന്നത്. കോഴിക്കോട് സർവകാല റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഉയർച്ചയാണ് വന്നിരിക്കുന്നത്. 66 ഷോസാണ് ചിത്രം റിലീസ് ചെയ്തത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണത മാത്രമാണ്. 65-66 തിയേറ്ററുകളിലൊക്കെ ഷോസൊക്കെ അവിടെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ നിന്ന് 63 ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം ശനിയാഴ്ച ഇടിഞ്ഞിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി നോർമൽ കണക്കിൽ തന്നെയാണ് നിന്നത് എന്നുണ്ടെങ്കിൽ 77 ഷോയായിട്ടാണ് ഞായറാഴ്ച ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം കോഴിക്കോട് കൂടിയിരിക്കുന്നത്. അതായത് എന്റെ അറിവിൽ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ റിവ്യൂ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് കോഴിക്കോട് 77 ഷോസൊക്കെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 70 മുകളിൽ ഷോസൊക്കെ വന്നിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അവിടെയാണ് കോഴിക്കോട് 77 ഷോസ് ഓടിയിരിക്കുന്നത്. തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് 36 ഷോയാണ് റിലീസ് ചെയ്തത്. എന്നാൽ ശനിയാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞത് തൃശ്ശൂർ എണ്ണം കൂടുന്നത് കാണാൻ സാധിച്ചു എന്നുള്ളത്. 40 ഷോയായിട്ട് തൃശ്ശൂർ ശനിയാഴ്ച ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം കൂടിയിരുന്നു. അത് 50 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തൃശ്ശൂർ, എനിക്ക് തോന്നുന്നു തൃശ്ശൂരത്തെ മാത്രം കളക്ഷൻ കിട്ടാൻ വല്ല വകുപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം. തൃശ്ശൂർ പടം സൂപ്പർ 8ലേക്ക് മാറുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം 36 ഷോസ് ഉണ്ടായിരുന്നത് 40ലേക്കും അവിടെ നിന്ന് ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ 50ലേക്കും ചാടണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ചാട്ടം തന്നെയായിട്ട് കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ കൊല്ലത്തേക്ക് വരുന്ന സമയത്ത്, കൊല്ലമൊക്കെ ശരിക്കും പറഞ്ഞാൽ തീരെ തിയേറ്ററുകൾ കിട്ടാത്ത അല്ലെങ്കിൽ തിയേറ്ററുകൾ ഇല്ലാത്ത ഒരു നഗരമാണ്. അപ്പോൾ അവിടത്തെ നോക്കുന്ന സമയത്ത് 31 ഷോയാണ് ചിത്രം റിലീസ്
റിലീസ് ചെയ്തത് അത് 21 ഷോ ആയിട്ട് കുറഞ്ഞിരുന്നു. ആ 21 നിന്ന് 32ലേക്ക്, അതായത് റിലീസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരു ഷോ കൂടുതലായിട്ടാണ് ചിത്രം ഇപ്പോൾ കൊല്ലത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം 10-12 ഷോയൊക്കെയാണ് അവിടെ മാക്സിമം ഒരു ചിത്രത്തിന് കിട്ടുന്നത്. ഈ ചിത്രത്തിനും അങ്ങനെ തന്നെയായിരുന്നു. 12 ഷോയാണ് റിലീസിംഗിനായിട്ട് കിട്ടിയത്. ഒരു ഷോ കുറച്ച് ശനിയാഴ്ച 11 ഷോയാണ് ഓടിയത്. അതും നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഷോ കൂടുതലായിട്ട് 13 ഷോയാണ്. അതായത് റിലീസ് ചെയ്ത് 12 ആണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച 13 ഷോ ആയിട്ടാണ് ഓടിയിരിക്കുന്നത്. ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള കണക്ക് തന്നെയായിട്ട് വേണം ഈ കോട്ടയത്തെ കണക്കുകൾ പറയാനായിട്ട്. അബ്നോർമൽ ആയിട്ട് എനിക്ക് തോന്നിയത് കോഴിക്കോട്ടെ കണക്ക്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 13 ഷോസ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൂടണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ചേഞ്ച് ആയിരിക്കണം. അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ട് തോന്നിയതാണ് തൃശ്ശൂർ 50 ഷോയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് അത്രയും ഷോസ് കിട്ടുന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴ 24 ഷോയായിട്ടാണ് ചിത്രം റിലീസ് ചെയ്തത്. എന്നാൽ ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ 17 ഷോയായിട്ട് അത് ഇടിഞ്ഞിരുന്നു. അവിടെ നിന്ന് 25 ഷോയായിട്ട് ചിത്രത്തിന്റെ ഷോ കൗണ്ട് കൂടിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ കണക്ക്. എന്നാൽ കേരളത്തിന് പുറത്ത് മറ്റു പല നഗരങ്ങളിലും ഇതേ അവസ്ഥയിൽ തന്നെയാണ് കണക്ക് മാറിയിരിക്കുന്നത് എന്നുള്ളതും കൂടി കാണേണ്ടതുണ്ട്. മറ്റുള്ള നഗരങ്ങളിലെ ശനിയാഴ്ചത്തെ കണക്ക് നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ മറ്റ് നഗരങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. റിലീസ് ചെയ്ത സമയത്തെ കണക്കുകൾ മാത്രമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ഓടിയ കണക്കും. അപ്പോൾ ഹൈദരാബാദ് കണക്ക് നോക്കുകയാണെങ്കിൽ 13 ഷോസ് ആണ് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്ത ദിവസം ഹൈദരാബാദ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നലെ മാത്രം ഓടിയത് 17 ഷോയാണ്. 4 ഷോസിന്റെ അധിക കളക്ഷൻ അവിടെ നിന്ന് കിട്ടും എന്നുള്ളത് മറക്കാതിരിക്കുക. ബാംഗ്ലൂർ റെക്കോർഡ് അടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 57 ഷോയാണ് ചിത്രം റിലീസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇന്നലെ മാത്രം അവിടെ ഓടിയത് 78 ഷോയാണ്. അതൊരു വല്ലാത്തൊരു കണക്കായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ കളക്ഷൻ ഒന്നും ബാംഗ്ലൂരിൽ നിന്ന് കണക്ക് ഫസ്റ്റ് ഡേയിലെ കണക്ക് നോക്കുമ്പോൾ കിട്ടിയിരുന്നില്ല. എന്നിട്ടും ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ 78 ലക്ഷം രൂപയിലേക്ക് അത് ചാടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കളക്ഷൻ കൂടി വരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഈ നേഴ്സിംഗ് പിള്ളേരൊക്കെയാണ് അവിടെ കാണുന്നത്. ചെന്നൈയിലേക്ക് വരുന്ന സമയത്ത് 24 ഷോയാണ് റിലീസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ 40 ഷോയാണ് ഈ ഞായറാഴ്ച ചിത്രം ഓടിയിരിക്കുന്നത്. 40 ഷോ ചെന്നൈയിൽ എന്ന് പറയുമ്പോൾ ഒരു 10% കൂട്ടിയാൽ പോലും നല്ല രീതിയിലുള്ള കളക്ഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുംബൈയിലെ 16 ഷോയാണ് റിലീസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ 22 ഷോയാണ് ഞായറാഴ്ച ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. മുംബൈയിലെ പൊതുവെ നോക്കുന്ന ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ ചിത്രത്തിന് വളരെ കുറച്ച് ഷോസ് മാത്രമാണ് റിലീസിംഗ് കിട്ടിയതും ഇപ്പോൾ ഓടുന്ന 22 ഷോയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നോർമൽ രീതിയിൽ ഒരു സാധാരണ നടന്റെ ഇപ്പോൾ ഒരു ആസിഫ് അലിയുടെ ചിത്രമൊക്കെ ആണെങ്കിൽ പോലും ഈ 20-22 ഷോസാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് 40-60 ഷോസാണ് അവിടെ ഒരു ദിവസം ഓടുന്നത് കാണാറ്. അവിടെ ഇത്രയും കുറയണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെ വിശ്വസിക്കുന്നു. അവിടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾക്കെതിരെയുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണോ ഈ സിനിമയെ ഒതുക്കുന്നത് എന്നുള്ളത് ഒന്നും അറിയത്തില്ല. എന്തിനേലും മൊത്തത്തിൽ കുറവായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടേണ്ടതായിട്ട് വരും. ഇനി ഈ പറയാത്ത മറ്റു നഗരങ്ങളിൽ, ഹിന്ദി മേഖലയിലെ മറ്റു നഗരങ്ങളിലേക്ക് കിട്ടിയിരിക്കുന്നത് 15 ഷോയിലാണ് റിലീസിംഗ് നടന്നത് എന്നുണ്ടെങ്കിൽ 17 ഷോയാണ് ഈ ഞായറാഴ്ച ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലെ കണക്കുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഇതേ രീതിയിൽ തന്നെയുള്ള കണക്കുകൾ ലഭ്യമാവാനുള്ള സാധ്യത കുറവാണ്. കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ ചെയ്ത്. ഇന്നലെയും കിട്ടിയിരുന്നു, ഇന്നും കിട്ടിയിരുന്നു. നാളെ കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നാളെയും ചെയ്യുന്നതാണ്. കാരണം ആ ഒരു ഫ്ലോ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ്. കാരണം റിലീസ് ചെയ്ത സമയത്തെ കളക്ഷൻ ഇത് നമ്മൾ പറഞ്ഞിരുന്നു, അന്നത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ശനിയാഴ്ചയിലേക്ക് ആയപ്പോൾ ഉണ്ട് ഇടിവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞായറാഴ്ച വന്ന ഉയർച്ച നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയും തിങ്കളാഴ്ച മുതൽ കളക്ഷൻ ഇടിയും എല്ലാ സിനിമകൾക്കും എന്നുള്ളത്. ആ ഇടിയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഷോസിന്റെ എണ്ണം വളരെ കാര്യമായിട്ട് കുറയുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഇടിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ആ വീഡിയോ കിട്ടുന്നതനുസരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.